നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജരേഖകൾ കണ്ടെത്തൽ, പരിശോധനാ നടപടികളിൽ GDRFAയ്ക്ക് ലോകത്തിന്റെ പ്രശംസ. കണക്കിൽ പിഴച്ചു, വേദിയിൽ സൗന്ദര്യറാണിപ്പട്ടം മാറി നൽകി, തിരുത്താനൊരുങ്ങി സംഘാടകർ. സലാലയിൽ 2 വയസ്സുകാരന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. കുവൈത്തിൽ തൊഴിലാളി ക്യാമ്പിലെ വൻ തീപിടുത്തത്തിൽ മരണം 35ആയി, 15 പേർക്ക് പരിക്ക്. റഹീം മോചനം, അവസാന കടമ്പയും കടന്നു, ശുഭവാർത്ത ഉടനെ എത്തും. ബ്ലഡ് മണിയുടെ ചെക്ക് കോടതിയിലെത്തി. UAEയിൽ വർക്ക് പെർമിറ്റും റെസിഡൻസി വിസയും ഇനി 5 ദിവസത്തിനുള്ളിൽ ലഭിക്കും. ഹജ്ജ് അനുഷ്ഠാന ദിവസങ്ങളിൽ താപനില 48 ഡിഗ്രിയാകും, പ്രതിരോധിക്കാൻ നൂതന സംവിധാനങ്ങൾ. വ്യാജരേഖകൾ കണ്ടെത്തൽ, പരിശോധനാ നടപടികളിൽ GDRFAയ്ക്ക് ലോകത്തിന്റെ പ്രശംസ. യാത്രാരേഖകളുടെ കൃത്യത പരിശോധിക്കുന്നതിൽ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന് രാജ്യാന്തര പ്രശംസ നേടി. കൃത്രിമം കണ്ടെത്താവുന്ന ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളാണ് ദുബായ് എയർപോർട്ടുകളിൽ ഉള്ളത്. വിവിധ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നതെന്ന് ദുബായ് എയർപോർട്ടിലെ ഡോക്യുമെന്റ് ആൻഡ് എക്സാമിനേഷൻ മുഖ്യ ഉപദേഷ്ടാവ് അഖിൽ അഹമ്മദ് അൽ നജ്ജാർ പറഞ്ഞു. കൃത്രിമ യാത്രാരേഖകളുമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ പിടികൂടുന്നതിന് ദുബായിൽ ഫലപ്രദമായ സംവിധാനമുണ്ടെന്നും പറഞ്ഞു. ഈ വർഷം ആദ്യ 3 മാസത്തിനിടെ 366 കൃത്രിമ യാത്രാരേഖകൾ പിടികൂടി. ദുബായിലെ 1-ാം ടെർമിനലിലെ ഡോക്യുമെന്റ് എക്സാമിനേഷന്റെയും വിദഗ്ധ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് വ്യാജന്മാരെ പിടികൂടിയത്. ഐഡന്റിറ്റി മോഷണം, വ്യാജ ഡേറ്റ, കൃത്രിമ വിസ സ്റ്റാമ്പ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. പരിശീലനം നേടിയ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്ന രേഖകൾ അത്യാധുനിക സംവിധാനത്തിൽ വിദഗ്ധ പരിശോധന നടത്തി ഉറപ്പുവരുത്തുന്നു. ലോകത്ത് സ്പെഷ്യലൈസ്ഡ് അംഗീകൃത ഡോക്യുമെന്റ് ഇൻസ്പെക്ഷൻ സെന്റർ ഉള്ള ചുരുക്കം ചില എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബായ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. കണക്കിൽ പിഴച്ചു, വേദിയിൽ സൗന്ദര്യറാണിപ്പട്ടം മാറി നൽകി, തിരുത്താനൊരുങ്ങി സംഘാടകർ. വർഷം തോറും നടന്നുവരാറുള്ള ബഹ്റൈനിലെ ഏറ്റവും അറിയപ്പെടുന്നതും ആയിരക്കണക്കിന് കാണികളെ ആകർഷിക്കുന്നതുമായ ഇന്ത്യൻ ക്ലബ് മേക്ക് ക്വീൻ 2024 മത്സരവേദിയിൽ മേക്ക് ക്വീനായി തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥിക്ക് ലഭിച്ച കിരീടം തെറ്റായി നൽകിപ്പോയതെന്ന സംഘാടകർ. പുതിയ മത്സരഫലമനുസരിച്ച് കർണാടകയിൽ നിന്നുള്ള 24-കാരിയായ ആസ്റ്റൽ കുഡിൻഹ മേക്ക് ക്വീനായും മലയാളിയായ ഇഷിക പ്രദീപ് ഫസ്റ്റ് റണ്ണറപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടതായി സംഘാടകർ പറഞ്ഞു. വേദിയിൽ മേക്ക് ക്വീനായി തെറ്റായി പ്രഖ്യാപിച്ച വിജയിയോട് കിരീടം തിരികെ നൽകാൻ സംഘാടകർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് യഥാർത്ഥ മത്സര വിജയി വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. മത്സരവേദിയിൽ വെച്ച് തന്നെ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി വിധികർത്താക്കൾ ഇട്ട മാർക്കുകൾ കൂട്ടിയപ്പോൾ ടാബുലേഷൻ ടീമിനുണ്ടായ കൈപ്പിഴവിൽ വിധി നിർണയം മാറിപ്പോയതാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണക്കുകൂട്ടലിലെ പിഴവ് കാരണം യഥാർത്ഥ വിജയിയായ കർണാടകയിൽ നിന്നുള്ള 24-കാരിയായ ആസ്റ്റൽ കുഡിൻഹെ ഫസ്റ്റ് റണ്ണറപ്പായി തെറ്റായി പ്രഖ്യാപിച്ചു എന്ന് സംഘാടകർ പറഞ്ഞു. വേദിയിൽ വെച്ച് മേക്ക് ക്വീനായി പ്രഖ്യാപിച്ച മേരി ആനിൻ ജേക്കബ് സെക്കൻഡ് റണ്ണറപ്പായി മാറി. സെക്കൻഡ് റണ്ണറപ്പ് ആയി വേദിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇഷിക പ്രദീപ് ഇപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനത്തേക്കും മാറി. വേദിയിൽ സംഭവിച്ച പിഴവിന് മത്സരാർത്ഥികളോട് ക്ഷമാപണം നടത്തുന്നുവെന്നും അർഹരായവർക്ക് തന്നെ സമ്മാനം ലഭിക്കണമെന്നുള്ളത് കാരണമാണ് തെറ്റേറ്റു പറയുന്നതെന്നും സംഘാടകർ പറഞ്ഞു. മത്സരഫലം വന്നതിന് ശേഷം വിധികർത്താക്കൾക്ക് തോന്നിയ സംശയമാണ് സ്കോർ ഷീറ്റ് വീണ്ടും പരിശോധിക്കാൻ ഇടയായത്. അപ്പോഴേക്കും സോഷ്യൽ മീഡിയ വഴി വേദിയിൽ പ്രഖ്യാപിച്ച ഫലം പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ നൽകിയ വിധി നിർണയം തന്നെ നടപ്പിലാക്കാൻ വിധികർത്താക്കൾ സംഘാടകരോട് ആവശ്യപ്പെടുകയും മത്സരത്തിന്റെ സുതാര്യത നിലനിർത്തുവാൻ വേണ്ടി സംഘാടകർ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടുകയുമായിരുന്നു. വാർത്താസമ്മേളനത്തിൽ വിധികർത്താക്കളുടെ പ്രതിനിധിയും പങ്കെടുത്തു. 40 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഇന്ത്യൻ ക്ലബ് മേക്ക് ക്വീൻ മത്സരത്തിൽ വിലപ്പെട്ട സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകുന്നത്. മെയ് 31-നാണ് ഇന്ത്യൻ ക്ലബിൽ വെച്ച് മേക്ക് ക്വീൻ മത്സരം നടന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. സലാലയിൽ 2 വയസ്സുകാരന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. കോഴിക്കോട് സ്വദേശികളുടെ മകൻ 2 വയസ്സുകാരൻ മുഹമ്മദ് അസാമിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. സൂപ്പർ ടാലന്റ് കിഡ്സ് എന്ന വിഭാഗത്തിലാണ് റെക്കോർഡ് ലഭിച്ചത്. മൃഗങ്ങളുടെയും പഴങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും ചിത്രങ്ങൾ കാണിച്ച് പേര് പറഞ്ഞു ചോദിക്കുമ്പോൾ തൊട്ടു കാണിച്ചാണ് ഈ 2 വയസ്സുകാരൻ മിടുക്ക് തെളിയിച്ചത്. 1.5 വയസ്സുള്ളപ്പോൾ മുതൽ മകന് പുസ്തകങ്ങളും ഫ്ലാഷ് കാർഡുകളും വാങ്ങി നൽകാറുണ്ടായിരുന്നുവെന്നും അതിലൂടെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയതെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ആയഞ്ചേരി വള്ളിയാട് സ്വദേശികളായ സാബിത് പുത്തൻപുരയിലിന്റെയും
ഫാത്തിമ റുക്സാനയുടെയും ഏകമകനാണ് മുഹമ്മദ് ആസാം. സാബിത്ത് ദുബായിലാണ് ജോലി ചെയ്യുന്നത്. മുഹമ്മദും അധ്യാപികയായ ഫാത്തിമയും സലാലയിലാണ് താമസം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, സലാല. കുവൈത്തിൽ തൊഴിലാളി ക്യാമ്പിലെ വൻ തീപിടുത്തത്തിൽ മരണം 35ആയി. 15 പേർക്ക് പരിക്ക്. കുവൈത്തിൽ മലയാളികളുടെ ഉടമസ്ഥതയിലുണ്ടായ തൊഴിലാളി ക്യാമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണം 35ആയി. 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ഫോറൻസിക് എവിഡൻസ് ഡയറക്ടർ മേജർ ജനറൽ ഈദ് അൽ ഒവൈൻ ഹാൻ ആണ് മരണസംഖ്യ പുറത്തുവിട്ടത്. തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയവർക്കും പുക ശ്വസിച്ചവർക്കുമാണ് ഗുരുതര പരിക്കേറ്റത്. പരിക്കേറ്റവരെ അദാൻ, ജാബിർ, ഫർവാനിയ ആശുപത്രികളിലേക്ക് മാറ്റി. മംഗഫ് ബ്ലോക്ക് ലാലിലെ മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച തീ കെട്ടിടത്തിൽ ആളിപ്പടരുകയായിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മലയാളികളടക്കം ഒട്ടേറെ പേരാണ് ക്യാമ്പിൽ താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഖ്യ ന്യൂസ്, കുവൈത്ത്. റഹീം മോചനം, അവസാന കടമ്പയും കടന്നു. ശുഭവാർത്ത ഉടനെ എത്തും. ബ്ലഡ് മണിയുടെ ചെക്ക് കോടതിയിലെത്തി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി രൂപവൽക്കരിച്ച റിയാദ് റഹീം സഹായ സമിതി കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതായി സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയിച്ചു. ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിലെത്തിച്ചു. അവസാന കടമ്പയായി ബാക്കിയുണ്ടായിരുന്നതായിരുന്നു ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റിന് നൽകിയ 1.5 കോടി സൗദി റിയാലിന്റെ ചെക്കും വാദിഭാഗത്തിന്റെ അറ്റോർണി ഗവർണറേറ്റിലെത്തി ഒപ്പുവെച്ച അനുരഞ്ജന കരാറും അനുബന്ധ രേഖകളും കോടതിയിലെത്തിക്കുക എന്നത്. പെരുന്നാൾ അവധിക്ക് മുൻപുള്ള അവസാന പ്രവൃത്തി ദിനമായ തിങ്കളാഴ്ചയാണ് ഇതെല്ലാം കോടതിയിലെത്തിയതെന്ന് റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂർ പറഞ്ഞു. ഈദ് അവധി കഴിഞ്ഞ് കോടതി തുറന്നാലുടൻ മോചനത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടതി കേസ് പരിഗണിക്കുന്ന ദിവസം ഇരു വക്കീലന്മാരോടും ഹാജരാകാൻ കോടതി ആവശ്യപ്പെടും. തുടർന്ന് വധശിക്ഷ റദ്ദ് ചെയ്യുക വിധിയാണ് ആദ്യമുണ്ടാവുക. അത് കഴിഞ്ഞാൽ മോചനോത്തരവിൽ കോടതി ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത്. അതോടെ മോചനം സാധ്യമാകും. കേസുമായി ബന്ധപ്പെട്ട എല്ലാ പുരോഗതികളും റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ നേരിട്ട് അറിയിക്കുന്നുണ്ട്. ഇതുവരെയുള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച ബദ്ഹ ഡി പാലസ് ഹോട്ടലിൽ സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നു. സമിതി ചെയർമാൻ CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ സ്വാഗതം പറഞ്ഞു. കേസിന്റെ ഇതുവരെയുള്ള പുരോഗതിയും തുടർന്നുണ്ടാകാൻ പോകുന്ന കോടതി നടപടികളെക്കുറിച്ചും സിദ്ദിഖ് തൂവൂർ, സഹായ സമിതി വൈസ് ചെയർമാൻ മുനീബ് പാഴൂർ എന്നിവർ സംസാരിച്ചു. നാളിതുവരെ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ട്രഷറർ സെബിൻ ഇക്ബാൽ അവതരിപ്പിച്ചു. കോർഡിനേറ്റർ ഹർഷദ് ഫറോഖ്, കുഞ്ഞോയ് കോടമ്പുഴ, മുഹിയുദ്ദീൻ ചോവായൂർ, ഷമീബ് മുക്കം, നവാസ് വെള്ളിമാടുകുന്ന, സുധീർ കുമ്മൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. UAE-യിൽ വർക്ക് പെർമിറ്റും റെസിഡൻസി വിസയും ഇനി 5 ദിവസത്തിനുള്ളിൽ ലഭിക്കും. UAE-യിൽ വർക്ക് പെർമിറ്റുകളും റെസിഡൻസി വിസകളും ഇനി 5 ദിവസത്തിനുള്ളിൽ ലഭിക്കും. വർക്ക് ബണ്ടിൽ പ്ലാറ്റ്ഫോമിന്റെ 2ാം ഘട്ടം ഇന്നലെ ആരംഭിച്ചതിനു ശേഷമാണ് 30 ദിവസത്തിൽ നിന്ന് 5 ദിവസമായി കുറച്ചത്. UAE-യിൽ ബിസിനസ് ഉടമകൾക്കും സ്വകാര്യ കമ്പനികൾക്കും പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനും നിലവിലുള്ള ജീവനക്കാരുടെ വർക്ക് പെർമിറ്റ് മുൻകൂട്ടി പുതുക്കുന്നതിനും സഹായിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ടം ഏപ്രിലിൽ ദുബായിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 7 എമിറേറ്റുകളിലും ഇത് നടപ്പിലാക്കുന്നു. വർക്ക് ബണ്ടിലിന്റെ 2ാം ഘട്ടത്തിൽ ഏകദേശം 6 ലക്ഷം കമ്പനികളും 70 ലക്ഷത്തിലേറെ തൊഴിലാളികളും ഉൾപ്പെടുന്നു. 3ാം ഘട്ടം ഗാർഹിക തൊഴിലാളികളെയും ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ പറഞ്ഞു. വർക്ക് ബണ്ടിൽ വെബ്സൈറ്റ് workinuae.ae വൈകാതെ മൊബൈൽ ആപ്പും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഹജ്ജ് അനുഷ്ഠാന ദിവസങ്ങളിൽ താപനില 48 ഡിഗ്രിയാകും. പ്രതിരോധിക്കാൻ നൂതന സംവിധാനങ്ങൾ. ഈ വർഷം ഹജ്ജിന് പ്രധാന വെല്ലുവിളിയായി കടുത്ത ചൂട്. ഹജ്ജ് അനുഷ്ഠാന ദിവസങ്ങളിൽ 48 ഡിഗ്രിയാകും താപനില. ചൂട് കുറയ്ക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വെള്ളം സ്പ്രേ ചെയ്യുന്ന ഫാനുകൾ വ്യാപകമാക്കിയും തീർത്ഥാടകർ സഞ്ചരിക്കുന്ന നടപ്പാതകളിൽ നൂതന സംവിധാനങ്ങൾ സജ്ജമാക്കിയുമാണ് ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. കൃത്രിമ മഴ നടത്തി താപനില കുറയ്ക്കാനാകുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ സംവിധാനങ്ങളും ഒരുക്കി. പുറത്തുപോകുമ്പോൾ കുട ചൂടുക, ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങി ചൂടിൽ നിന്ന് രക്ഷ നേടാൻ തീർത്ഥാടകർ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി സൗജന്യ കുടകൾ വിതരണം ചെയ്തു വരുന്നു. മദീനയിൽ ഹറം പള്ളിക്ക് ചുറ്റും നിവർത്തിയ വലിയ കുടകളാണ് വിശ്വാസികൾക്ക് തണലേകുന്നത്. ചൂടുള്ള സമയങ്ങളിൽ സ്വമേധയാ നിവരുന്ന ഈ തണൽക്കുടകൾ ചൂട് കുറഞ്ഞാൽ ചുരുങ്ങും. തണൽക്കുടകൾ പൂ പോലെ വിടരുന്നത് കാണാൻ രസമാണ്. ആദ്യമായി മദീനയിൽ എത്തുന്നവർ കൗതുകത്തോടെയാണ് ഈ കാഴ്ച കാണുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക.
UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.